ഹേ ഗൈസ്, അപ്പോൾ ജീസ് ടോപ്പ് അപ്പ് ഷോപ്പ് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് ഡയമണ്ട് ടോപ്പ് ചെയ്യാനായിട്ട് ID പാസ്വേഡ് കൊടുക്കേണ്ട. അതിന് പകരം നമ്മളാണെങ്കിൽ ഒരു ടോക്കൺ കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു ടോക്കൺ ലിങ്ക് എങ്ങനെ എടുക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഡയമണ്ട് ടോപ്പ് അപ്പ് എടുക്കുന്ന സമയത്ത് ഇതിനകത്ത് ഗെയിം നെയിം നമ്മൾ കൊടുക്കണം, മൊബൈൽ നമ്പർ കൊടുക്കണം, ഫ്രീ ഫയർ അക്കൗണ്ടിൻ്റെ UID കൊടുക്കണം, പിന്നെ ഇവിടെ ഒരു ടോക്കൺ കൊടുക്കണം. അപ്പോൾ ഈ ഒരു ടോക്കൺ എങ്ങനെ എടുക്കാമെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു ടോക്കൺ എടുക്കാനായിട്ട് രണ്ട് മെത്തേഡ് ഉണ്ട്. ഫസ്റ്റ് മെത്തേഡ് നമുക്ക് നോക്കാം. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ചാനൽ ജോയിൻ ആവുക. അവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ടോക്കൺ ലിങ്ക് എന്ന് പറഞ്ഞൊരു ലിങ്ക് കാണാം. ആ ലിങ്ക് നിങ്ങൾ ഫസ്റ്റ് തന്നെ കോപ്പി ചെയ്തെടുക്കുക. എന്നിട്ട് ക്രോമിൽ പോവുക. ക്രോമിൽ ആൾറെഡി ടാബ് ഓപ്പൺ ആണെങ്കിൽ ആ ടാബ് ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് അതൊക്കെ ക്ലോസ് ചെയ്യുക. ഫ്രഷ് ആയിട്ട് പുതിയ ഒറ്റ ടാബ് എടുക്കുക. അതിനുശേഷം ആ ഒരു ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്യുമ്പോൾ ലോഡായി ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. FB ആണെങ്കിൽ Fൽ ക്ലിക്ക് ചെയ്യുക, ഗൂഗിൾ ആണെങ്കിൽ Gയിൽ ക്ലിക്ക് ചെയ്ത് അക്കൗണ്ട് ലോഗിൻ ചെയ്യുക. എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടാണ്, ഞാൻ FBയിൽ ക്ലിക്ക് ചെയ്ത് അക്കൗണ്ട് ഇവിടെ ലോഗിൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസാണ് വരുന്നത്. ഇനി വേറൊന്നും ചെയ്യേണ്ട, റൈറ്റ് സൈഡിലുള്ള 3 ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഹിസ്റ്ററി എടുക്കുക. ഹിസ്റ്ററിയിൽ 2 അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ട് ലിങ്ക് കാണും. അതിൽ രണ്ടാമത്തെ ലിങ്കാണ് നിങ്ങൾ കോപ്പി ചെയ്ത് വയ്ക്കുക. എന്നിട്ട് 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുക. എന്നിട്ട് എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് നോക്കുക. ഈ ഒരു രീതിയിലുള്ള ലിങ്കാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ കറക്റ്റാണ്. ഇതാണ് ടോക്കൺ ലിങ്ക്. ജസ്റ്റ് നോക്കുക, ഇതേപോലത്തെ ലിങ്കാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ കറക്റ്റാണ്. അപ്പോൾ ഈ ലിങ്കാണ് നിങ്ങൾ ഒരു ടോക്കൺ എന്ന് പറയുന്ന ഓപ്ഷൻ്റെ അവിടെ ആപ്പിനകത്ത് നിങ്ങൾ പേസ്റ്റ് ചെയ്യേണ്ടത്. ഗെയിം നെയിം, മൊബൈൽ നമ്പർ, UID, പിന്നെ ഈ ഒരു ടോക്കൺ ലിങ്ക് ഇതിവിടെ പേസ്റ്റ് ചെയ്ത് കണ്ടിന്യൂ കൊടുത്ത് നിങ്ങൾക്കാണെങ്കിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ആപ്ലിക്കേഷൻ്റെ അകത്ത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് മെത്തേഡ് വെച്ച് ലിങ്ക് എടുക്കാനായിട്ട്, ടോക്കൺ ലിങ്ക് എടുക്കാനായിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളാണെങ്കിൽ ആ ഒരു സൈറ്റിൻ്റെ ലിങ്ക് കൊടുക്കും. അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ആവുക. ആ ചാനലിനകത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ടോപ്പിലൊരു സൈറ്റിൻ്റെ ലിങ്ക് കാണും. ആ ലിങ്ക് കോപ്പി ചെയ്യുക, ക്രോമിനകത്ത് പോവുക. ക്രോമിനകത്ത് ഫ്രഷ് ആയിട്ട് പുതിയൊരു ടാബ് എടുത്ത് ആ ഒരു ലിങ്ക് അവിടെ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു ലിങ്കിനകത്ത് കയറുമ്പോൾ അവിടെ ലോഗിൻ ചെയ്യേണ്ട ഓപ്ഷൻ വരും, FB അല്ലെങ്കിൽ ഗൂഗിൾ. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ഏതാണ് അതിൽ ലോഗിൻ ചെയ്യുക. ലോഗിൻ ആയ ഉടനെ നേരെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഹിസ്റ്ററി എടുക്കുക. അവിടെ അഡ്വാൻസ് എന്ന് പറയുന്ന രണ്ടാമത്തെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് വെച്ച് കോപ്പി ചെയ്യുക. ആ ലിങ്കാണ് ടോക്കൺ ലിങ്ക്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് വഴി എങ്ങനെ ടോക്കൺ ലിങ്ക് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അടുത്ത രണ്ടാമത്തെ മെത്തേഡ് വഴി നമുക്ക് എങ്ങനെ ലിങ്ക് എടുക്കാമെന്ന് നോക്കാം. ഗെയിമിൽ ലോബിയിലിരിക്കുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ സെറ്റിംഗ്സ് ഓപ്ഷനിൽ കയറുക. അക്കൗണ്ട് അതിൻ്റെ ബേസിക്സ് എടുക്കുക. ടോപ്പിൽ FAQ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. കെല്ലി ഓടി പകുതി ആവുന്നതിന് മുമ്പ് തന്നെ റൈറ്റ് സൈഡിലുള്ള ഒരു സർക്കിളിൽ ക്ലിക്ക് ചെയ്യുക. നേരെ ക്രോമിൽ പോകുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. 3 ഡോട്ടിനകത്ത് നിങ്ങൾക്കിവിടെ ഹിസ്റ്ററിക്കകത്ത് ഒരു ലിങ്ക് കാണാൻ സാധിക്കും, FAQ എന്ന് പറയുന്ന ആ ഒരു ലിങ്കാണ് നമുക്ക് വേണ്ടത്. ആ ലിങ്ക് കോപ്പി ചെയ്യുക. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന ലിങ്ക് നമ്മളിവിടെ ഒരു പേസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ചെറിയൊരു ലിങ്കാണ് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം മിസ്റ്റേക്കാണ്. നമ്മൾ കെല്ലി ഫുള്ള് ലോഡായപ്പോഴാണ് നമ്മൾ ആ ഒരു റൈറ്റ് സൈഡിലുള്ള സർക്കിൾ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തത്. അപ്പോൾ അങ്ങനെയല്ല, ഒന്നുകൂടെ നമുക്ക് ചെയ്ത് നോക്കാം. കെല്ലി ഓടി പകുതി ആകുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു റൈറ്റ് സൈഡിലുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അക്കൗണ്ട് FAQ നമ്മളിവിടെ ക്ലിക്ക് ചെയ്തു. കെല്ലി പകുതി ആയപ്പോൾ തന്നെ റൈറ്റ് സൈഡിലുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഹിസ്റ്ററി നോക്കുമ്പോൾ നമുക്കിവിടെ 2 ലിങ്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ ആ ഒരു രണ്ടാമത്തെ ലിങ്കാണ് കോപ്പി ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ കോപ്പി ചെയ്തെടുത്ത ആ ഒരു ലിങ്ക് നിങ്ങൾക്കാണെങ്കിൽ പേസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്കിവിടെ കാണാം, ഇത്ര വലിയ ഒരു ലിങ്കാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ രണ്ടാമത്തെ മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു വലിയ ലിങ്കാണ് വരുന്നത്. അപ്പോൾ ഇതാണ് കറക്റ്റായിട്ടുള്ള ലിങ്ക്. അപ്പോൾ ഈ ഒരു വലിയ ലിങ്കാണ് നിങ്ങളെടുത്ത് ആ ഒരു നമ്മുടെ ആപ്ലിക്കേഷൻ്റെ അകത്ത് ടോക്കണിൻ്റെ അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നും കൂടെ രണ്ടാമത്തെ മെത്തേഡ് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഗെയിമിനകത്ത് ലോബിയിലിരിക്കുമ്പോൾ സെറ്റിങ്സ് എടുക്കുക, അക്കൗണ്ട് ഓപ്ഷൻ എടുക്കുക. അപ്പോൾ ടോപ്പ് റൈറ്റ് സൈഡിൽ അക്കൗണ്ട് ആൻഡ് FAQ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ കെല്ലിയുടെ ആ ഒരു ഇത് ലോഡാവും. അത് ലോഡായി പകുതി ആകുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ സർക്കിളിലൊരു ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരെ ക്രോമിലോട്ട് പോകുന്നതായിരിക്കും. ശ്രദ്ധിക്കുക, കെല്ലി പകുതി ലോഡാകുമ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നേരെ ക്രോമിൽ പോകും. അവിടെ നിങ്ങൾ ഹിസ്റ്ററി എടുക്കുക. FAQൻ്റെ 2 ലിങ്ക് കാണും, അതിൽ രണ്ടാമത്തെ ലിങ്ക് കോപ്പി ചെയ്യുക. എന്നിട്ട് പേസ്റ്റ് ചെയ്ത് നോക്കുക. നമ്മൾ ഈ ഒരു വീഡിയോയുടെ സ്ക്രീനിൽ കാണിച്ചാൽ അതേപോലത്തെ വലിയൊരു ലിങ്ക് ആണെങ്കിൽ അത് കറക്റ്റാണ്. ആ ലിങ്ക് നിങ്ങൾ ടോക്കണിൻ്റെ അവിടെ ആപ്ലിക്കേഷൻ്റെ അവിടെ പേസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ 2 മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്. രണ്ടിലേതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് കറക്റ്റ് ലിങ്ക് കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല. ആദ്യം ഒരു മെത്തേഡ് യൂസ് ചെയ്യുക. കറക്റ്റായിട്ട് ലിങ്ക് കിട്ടില്ലെങ്കിൽ രണ്ടാമത്തെ മെത്തേഡ് യൂസ് ചെയ്യുക. 2 രീതിയിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ അകത്ത് കസ്റ്റമർ സപ്പോർട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറുണ്ട്, അതിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇൻഫർമേറ്റീവ് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ 2 ലിങ്കും സിമ്പിളാണ് എടുക്കുന്നത്, സേഫാണ്. ഒരു അക്കൗണ്ടിൽ ഒരു ഇഷ്യൂവും വരില്ല. ഈ ഒരു ലിങ്ക് എടുത്ത് ഇതിനകത്തൂടെ ടോപ്പ് ചെയ്തെന്ന് വെച്ച് നിങ്ങൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു ലിങ്ക് എടുക്കുക. ആ ലിങ്കാണ് നിങ്ങൾ ടോപ്പ് ചെയ്യുന്ന ആ ഒരു ഏത് പാക്കാണ് സെലക്ട് ചെയ്യുന്ന ആ പാക്കിനകത്ത് കയറുമ്പോൾ ടോക്കൺ എന്ന് ചോദിക്കും. ആ ടോക്കണിൻ്റെ അവിടെ പേസ്റ്റ് ചെയ്ത് ഓർഡർ ചെയ്യേണ്ടത്. ഈ ലിങ്ക് മസ്റ്റായിട്ട് വേണം, എന്നാൽ മാത്രമേ ഡയമണ്ട് സെൻഡ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇൻഫർമേറ്റീവ് എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ആപ്ലിക്കേഷനെ പറ്റിയുള്ള അപ്ഡേറ്റ്സ് നമ്മൾ ഈ ഒരു ചാനലിൽ വീഡിയോ ഇടുന്നതായിരിക്കും. അതുവരെയും ഗുഡ് ബൈ.